എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പോകാൻ വന്നത് പാലക്കാട്ടെ ഒരു മനോഹരമായ ലൊക്കേഷൻ കവയിലേക്കാണ്. കവ ഐലൻഡ് എന്നറിയപ്പെടുന്ന കവയിലേക്ക്. മലമ്പുഴ ഡാമിന് പുറകുവശത്താണ് കവ സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴിയെല്ലാം അടിപൊളിയാണ്. വളരെ ഫേമസ് ആയ വിക്ടോറിയ കോളേജിൽ നിന്ന് റൈറ്റിലോട്ട് വേണം കവയിലോട്ട് പോകാൻ. പണ്ട് നരസിംഹം സിനിമയിൽ നമ്മുടെ ഇന്ദുചൂടനെ ശങ്കരനാരായണൻ വിക്ടോറിയ കോളേജിൻ്റെ മുമ്പിൽ തൊട്ട് കോട്ടമൈതാനം വരെയല്ലേ അടിച്ചത്. നമ്മൾ പോകുന്ന പോകിൽ ഒരുപാട് പുഴകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് മുക്കൈപ്പുഴ. ഇതിൻ്റെ വ്യൂ തന്നെ വളരെ മനോഹരമാണ്. ഇപ്പോൾ ഈ പുഴകളിലൊക്കെ ഒരുപാട് മാലിന്യങ്ങൾ ഇടാറുണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടത് മനസ്സിന് വല്ലാത്ത തട്ടി. പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് പോസാക്കിയിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അങ്ങനെ മുക്കൈപ്പുഴയുടെ മനോഹരമായ ആ പ്രഭാത ദൃശ്യമൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഞങ്ങൾ രാവിലെ 7 മണിക്കാണ് ഇവിടെ എത്തിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മിനിമം നമ്മളൊരു 6 മണിക്കെങ്കിലും എത്തണം. ഇവിടെ സൂര്യൻ ഡ്യൂട്ടിക്ക് എത്തിയ പിന്നെ ഇവിടെ കാണാനൊന്നും വലിയ ഭംഗിയുണ്ടാവില്ല. പിന്നീട് ഞങ്ങളുടെ അടുത്ത പാലത്തിൽ വണ്ടി നിർത്തിയപ്പോൾ അവിടെ നിന്ന് മലമ്പുഴ ഡാമിൻ്റെയും റോപ്പ് വേൻ്റെയും മനോഹരമായ ദൃശ്യം കണ്ടു. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ റോക്ക് ഗാർഡൻ. പാലക്കാട് മലമ്പുഴയ്ക്ക് വരുന്നവർ ഇതെല്ലാം കണ്ടിട്ട് പോകുന്നതാണ് നല്ലത്. ആനക്കൽ ഭാഗത്തോട്ട് പോയാലാണ് നമ്മൾ ഈ കവയിലെത്തുക. ഇപ്പം തന്നെ ഫോറസ്റ്റുകാരുടെ ബോർഡൊക്കെ കണ്ടു. വന്യജീവി മേഖല രാത്രി സഞ്ചാരം ഒഴിവാക്കാനൊക്കെ. അപ്പോൾ വരുന്ന വരവിൽ ഒരു സഫാരി പാർക്ക് കൂടെ കണ്ടു. ഇത് ഞാൻ മുമ്പ് വന്ന സമയത്തൊന്നും ഇത് കണ്ടിട്ടില്ല. ഹോഴ്സ് റൈഡും കോട്ട് ബൈക്കും കിഡ്സ് ബോട്ടും അങ്ങനെ കുറേ റൈഡുകളെല്ലാം അവിടെ കാണുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ എൻ്റെ ഫ്രണ്ട്സ് വർക്ക് ചെയ്യാൻ വന്നിരുന്നു. അപ്പോൾ ഈ രാത്രി കാലങ്ങളിലൊക്കെ ആനശല്യം ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റും കാടാണ്. ആ കാട്ടിനുള്ളിൽ പോകരുതെന്ന് പറഞ്ഞ് കർശനമായിട്ട് ഫോറസ്റ്റുകാർ അവിടെ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രത്യേക സുഖമായിരിക്കും. ബൈക്ക് റൈഡിംഗ് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയവർക്ക് പറ്റിയൊരു സ്ഥലമാണ് കവ. നല്ല ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഇതാ കുറച്ചുകൂടെ വന്നപ്പോൾ എൻ്റെ പൊന്നോ, എന്താ കാഴ്ച! ആ മലനിരകളും ആ പുൽത്തകിടിയും പിന്നെ തെങ്ങുകളും പനകളും, എന്താ അല്ലേ! അപ്പോൾ ഞങ്ങൾ കാറ് നിർത്തിയിട്ട് ഒരു 2 മിനിറ്റ് ആ കാഴ്ചകൾ കണ്ടിങ്ങനെ നിന്നു. ഇപ്പോൾ എമ്പുരാൻ സിനിമയുടെ ഷൂട്ടിങ് ഈ കവയിലാണ് നടന്നത്. എമ്പുരാൻ മാത്രമല്ല, പൊടിയൻ, കന്മദം, മൃഗയ്യ, അങ്ങനെ ഒരുപാട് മലയാള സിനിമയ്ക്ക് ലൊക്കേഷനാണ് നമുക്ക് കവ. നമ്മൾ ഈ കാണുന്നത് മയിലാടിപ്പുഴയാണ്. ആ മയിലാടിപ്പുഴ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വറ്റി വരേണ്ടിരിക്കുകയാണ്. എന്നാലും ഇവിടെ കാണാൻ എന്താ ഒരു ഭംഗി! ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാണ് അവിടുത്തെ കടയെല്ലാം പൂട്ടിയിരുന്നു. വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാവിലെ നേരത്തെയോ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമായിരിക്കും. കാരണം അവിടെ നിന്ന് കേൾക്കുന്നത് മുഴുവൻ പക്ഷികളുടെ കളകളനാദവും അതുപോലെ തന്നെ ഒഴുകുന്ന ആ പുഴയുടെ ചെറിയൊരു ശബ്ദവും. ഈ കൊടും വേനലിലും ഇവിടം ഇത്ര സുന്ദരിയായിരുന്നെങ്കിൽ അപ്പോൾ മഴക്കാലത്തൊക്കെ എങ്ങനെ ഉണ്ടാവും? ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും കവയുടെ ഒരുപാട് ഡ്രോൺ ഷോട്ടുകളും അതുപോലെ തന്നെ ഒരുപാട് റീൽസുകളൊക്കെ ഫേമസ് ആണ്. ആദ്യമൊക്കെ ഞങ്ങൾ മലമ്പുഴയ്ക്ക് വരുമ്പോൾ മലമ്പുഴ ഡാമിൽ മാത്രമേ പോകാറുള്ളൂ. മലമ്പുഴ ഡാമിൽ പോയിട്ട് അതുപോലെ അവിടെ ഒരു സ്നേക്ക് പാർക്കും കണ്ട് നേരെ വീട്ടിലോട്ട് പോകും. കവയിലൊന്നും വരാറില്ല. പക്ഷേ പിന്നീട് ബൈക്കെല്ലാം ഓട്ടാൻ തുടങ്ങിയ സമയത്താണ് കവയുടെ സൗന്ദര്യം എന്താണെന്ന് അറിഞ്ഞത്. ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരാറുള്ളതുകൊണ്ടായിരിക്കും ഇടയിലിടയിൽ നിറയെ ഹോം സ്റ്റേകളൊക്കെ ഉണ്ടായിരുന്നു. ആനയൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ യാത്രയിൽ ഒരു ആന വണ്ടി കിട്ടും. ഇങ്ങനെയുള്ള റൂട്ടുകളിൽ ആനവണ്ടിയെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ നമ്മൾ വണ്ടി തിരിച്ചിട്ട് നമ്മുടെ ശരിക്കും കവ, സോഷ്യൽ മീഡിയയിലും എല്ലാം ഫേമസ് ആയ ആ കവയുടെ ആ ലൊക്കേഷനിലോട്ട് ഇറങ്ങി. ഇപ്പോൾ ഈ നദിയിൽ വെള്ളമൊന്നുമില്ല. അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ദൂരം പോകാൻ പറ്റില്ല. അവിടുത്തെ കണ്ട കാഴ്ച ഇതൊരു വേനൽക്കാലമാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. അത്രയ്ക്ക് മനോഹരമായിരുന്നു. കാലികൾ മേയുന്നതും നീലാകാശവും ആ പച്ച പരവതാനി വിരിച്ച പോലുള്ള ആ പച്ചപ്പും എല്ലാം കാണാൻ തന്നെ എന്താ പറയുക, അത്രയ്ക്കും മനോഹരമായിരുന്നു. അങ്ങനെ അവിടെ കുറേ നേരം നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും വണ്ടി തിരിച്ചു. പോകുന്ന വഴിയിലാണ് ഈ ഊഞ്ഞാൽ കണ്ണിപ്പെട്ടത്. അങ്ങനെ കുറേ നേരം ഊഞ്ഞാലിലൊക്കെ ആടി അവിടുത്തെ മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് നേരം ഇരുന്നിട്ട് പോകുമ്പോൾ ഞങ്ങൾ ഒരാളെ വിളിച്ചു. ഒരു മാർജാരൻ. ഞങ്ങൾ വന്നത് മൂപ്പർക്ക് അത്ര പിടിച്ചിട്ടില്ല. അങ്ങനെ ഏകദേശം ഒരു 9 മണിയോടുകൂടി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കവ വിട്ടു. മനസ്സിൽ കുറേ നല്ല ഓർമ്മകളായിട്ട്